ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബി ഹൗസിലെ പുതിയ ദിവസത്തെ ഇന്നലെ ഒരു പ്രൊമോയോ ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് സ്റ്റാർ കിട്ടാൻ വേണ്ടി ഓരോ ആൾക്കാരും ഇങ്ങനെ ഓരോ ആൾക്കാരുടെ പുറകെ ഓടി നടക്കുകയാണ്. ഷാനവാസ് ആണെങ്കിലും ഷാനവാസിനൊക്കെ ആണല്ലോ സ്റ്റാർ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഷാനവാസിന്റെ ഒക്കെ പുറകെ ആണെങ്കിലും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആര്യന്റെ പുറകെയും എല്ലാം ഓട്ടവും കാര്യമെല്ലാം. പക്ഷെ ആർക്കും ഇതുവരെ സ്റ്റാർ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ ലൈവ് കാണുന്നവർക്ക് ന്യൂസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചി രേണു ചേച്ചി പണിപ്പുരയിലെ വേസ്റ്റ് ബിന്നൊക്കെ തുപ്പി നാറ്റിക്കുന്നു, തുപ്പുന്നു, ബാക്കിയൊന്നും പറയണ്ടല്ലോ, തുപ്പി നാറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ക്ലാഷ്, ഇങ്ങനെ കുറെ ന്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ മോഹൻലാൽ വന്ന് സംസാരിക്കുമല്ലോ നോക്കിയിട്ട് നമുക്ക് അതിന്റെ ബാക്കി കുറിച്ച് സംസാരിക്കാം. പിന്നെ വൃത്തിയില്ലാത്തവർ എവിടെ ചെന്നാലും അവർക്ക് വൃത്തിയില്ല. അതിപ്പോ വൃത്തി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ക്യാമറ കണ്ണുകളിലൂടെ കാണുന്നുള്ള കാര്യമൊക്കെ ചേച്ചി മറന്നു പോയതായിരിക്കാം. അതങ്ങ് നിങ്ങൾ ക്ഷമിച്ചു വിടും എന്നല്ലാതെ ഇപ്പൊ എന്നാ പറയാനാ. നെക്സ്റ്റ് എന്ന് വരുന്ന ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. അതൊരു എന്താണ്, ബിഗ് ബോസിന്റെ ഒരു 7ന്റെ പണി തരുന്നു, 7ന്റെ പണി വരുന്നുണ്ട് എന്ന് ബിഗ് ബോസ് പ്രോമോയിൽ മാത്രം പറയുന്നതാണെന്ന് പറഞ്ഞാണ് എല്ലാവരും വരുന്നത്. ഏതായാലും 7ന്റെ പണി വന്നിട്ടുണ്ട് മക്കളെ. അത് ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെയാണ് ആദ്യത്തെ പണി ബിഗ് ബോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസിലെ സ്ട്രാറ്റജീസ് ഒന്നും ഇപ്രാവശ്യം എടുക്കാൻ പറ്റുമോ നമുക്ക് വിചാരിക്കേണ്ട. കാരണം കർശനമായ രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എളുപ്പത്തിൽ ആർക്കും ഇപ്രാവശ്യം കപ്പടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കേണ്ട കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ ക്യാപ്റ്റൻസി ടാസ്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷേവിംഗ് ഫോം, അതായത് നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആകാൻ ഇഷ്ടമില്ലാത്ത, യോഗ്യതയില്ലാത്ത ആരാണോ അവരുടെ മുഖത്ത് ഷേവിംഗ് ഫോം തേക്കാനാണ് ക്യാപ്റ്റൻസി ടാസ്ക് വന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് പറയണം. അപ്പൊ ഓരോ ആൾക്കാർ തേക്കുകയാണ്. അപ്പം നമ്മുടെ ചൊറിയൻ അനീഷ തേക്കുന്നത് ശാരികയുടെ മുഖത്താണ്. അപ്പൊ ശാരിക മറ്റുള്ളവരെ നാണം കെടുത്തുന്നത് ശാരികയുടെ ആ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു തീരുമാനം പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ തേക്കുന്നത്. അതുപോലെ തന്നെ ശരത്ത് നമ്മുടെ രേണു സുധിയുടെ മുഖത്ത് നല്ല രീതിയിൽ തേച്ച് ചേച്ചിയുടെ വായിക്കകത്ത് വരെ കയറുന്ന ഇത് തേച്ച് മെഴുക്കിയാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ അനീഷിന്റെ പുറകെയാണ്. അനീഷ് രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് തിരിച്ച് റിപ്ലൈ ഇല്ല. അതുപോലെ തന്നെ എന്താണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് സംസാരമില്ല. അങ്ങനെ ഓരോ പിന്നെ അനീഷിന്റെ കീഴിലുള്ള ക്യാപ്റ്റൻസിയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും തേച്ച് അനീഷിന്റെ മുഖം മുഴുവൻ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും അവസാനത്തെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബേബി ഹൗസ് തന്നെ കൊണ്ടുപോയെന്ന് പറയാം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരും ഇഷ്ടമില്ലാത്ത ആ വ്യക്തിനെ തന്നെ ക്യാപ്റ്റൻ ആക്കിയിരിക്കുകയാണ്. അതായത് ബി ഹൗസിലെ ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷ് ആയിരിക്കുകയാണ്. ക്യാപ്റ്റൻ ആകാൻ ഒട്ടും യോഗ്യതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ മുഖത്ത് ഷേവിംഗ് ഫോം തേക്കുക എന്നുള്ളതാണ് ടാസ്ക്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം ക്യാപ്റ്റൻ. ശാരിക എന്ന ആങ്കർ മലയാളി ഓഡിയൻസിനെ പൊട്ടന്മാരാക്കുകയായിരുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ ഒരു ആൻസർ കിട്ടാത്ത ഒരാൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഏറ്റെടുത്ത സംഗതി കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാൾ എങ്ങനെ ഒരു ക്യാപ്റ്റൻസി ആകും? ഇത് സീസൺ 7 അല്ലേ, 7ന്റെ പണിയല്ലേ. അപ്പൊ വീഡിയോയിൽ അനീഷിന്റെ മുഖത്തെ ആ ചിരി കണ്ടപ്പം അനീഷ് എന്തൊക്കെയോ സാധിച്ചെടുത്ത ഒരു ഇത് തന്നെ. കാരണം 5 വർഷം കാത്തിരുന്ന് ബിഗ് ബോസിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അപ്പൊ അനീഷിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കണ്ടസ്റ്റന്റും അനീഷാണ്, ബി ഹൗസിലേക്ക് കാലെടുത്ത് വെച്ചതും അനീഷാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ക്യാപ്റ്റൻസിയിലും അനീഷ് വന്നിരിക്കുകയാണ്. അതിന്റെയൊക്കെ ഒരു അഹങ്കാര ചൊവ്വയുള്ള ഒരു ചിരിയല്ലേ അനീഷിന്റെ മുഖത്ത് വന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലല്ലേ. അതുപോലെ തന്നെ ബി ഹൗസിലെ ബാക്കി എല്ലാവരും സത്യം പറഞ്ഞാൽ ബാക്കി കണ്ടസ്റ്റന്റ് എല്ലാം മൂഞ്ചി പോയെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റാണ് ബിഗ് ബോസ് കൊടുത്തത്. ഇത് 7ന്റെ അല്ല ഒരു 8ന്റെ പണി തന്നെയാണെന്ന് പറയാം അല്ലെ. ആരും പ്രതീക്ഷിച്ചില്ല. ഇവന്റെ ക്യാപ്റ്റൻസിയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ പറഞ്ഞവർ ഇനി ഇവന്റെ ക്യാപ്റ്റൻസിയിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ബി ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അനീഷിന്റെ ഒരു സ്ട്രാറ്റജി എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ പണ്ടത്തെ രഞ്ജിത്ത് സാറൊക്കെ എടുത്തൊരു സ്ട്രാറ്റജി തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അവരൊക്കെ രാവിലെ വന്ന് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഇവൻ തിരിച്ചു ഗുഡ് മോർണിംഗ് പറയുന്നില്ല, ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, ആരോടും സംസാരിക്കാതെ ഈ ഒഴിഞ്ഞു മാറിക്കഴിയുമ്പോൾ 3-4 ആൾക്കാരോട് ഇതുപോലെ പെരുമാറി കഴിയുമ്പോൾ അവരെല്ലാരും ഇവൻ ആരോടും മിണ്ടുന്നില്ലല്ലോ എന്ന് വെച്ച് ഇവനെതിരെ നമുക്ക് തീരാൻ എല്ലാവരോടും ഒരുമിച്ച് നിന്ന് പണ്ട് രഞ്ജിത്ത് സാറിനെതിരെ തിരിഞ്ഞതുപോലെ ഇവനെതിരെ തിരിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ ഒറ്റയ്ക്കായി പോയി കഴിയുമ്പോൾ ആൾക്കാർക്കൊരു ഇവനോടൊരു സെന്റിമെന്റൽ അപ്രോച്ച് ഒക്കെ തോന്നും എന്നൊരു സ്ട്രാറ്റജിയൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മുടെ അനീഷ് രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ അനീഷെ അതൊക്കെ പൊളിയും. കാരണം ഇപ്രാവശ്യത്തെ ബി ഹൗസിൽ നിന്റെ സ്ട്രാറ്റജി ഒന്നും നടക്കാൻ പോകുന്നില്ല. ബി ഹൗസ് ഇതൊന്നും മുതലാക്കി വിടുമെന്നും തോന്നണ്ട. ആരും ലവ് സ്ട്രാറ്റജി അതുപോലെ തന്നെ സെന്റിമെന്റൽ
പിന്നെ നമ്മുടെ രേണു ചേച്ചിയുടെ സ്ട്രാറ്റജി എന്താന്ന് ചോദിച്ചാൽ എന്നാന്നറിയാം, കണ്ണാടിയോട് സംസാരിക്കുക. നമ്മുടെ പണ്ടത്തെ സൂര്യയുടെ ഒക്കെ ഒരു രീതി, ഒറ്റപ്പെട്ട് പോകുന്ന ഒരു സ്ട്രാറ്റജി ഒക്കെ എടുത്തോണ്ട് രേണു ചേച്ചി രാവിലെ മോർണിംഗിൽ വന്നിരുന്നു. അപ്പം ആ അടവുകളൊക്കെ രേണു ചേച്ചി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നല്ല രീതിയിൽ ഗെയിം കളിച്ച് നല്ല രീതിയിൽ പ്രസന്റബിൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ അടവുകളൊന്നും ഇപ്രാവശ്യത്തെ ബേബി ഹൗസിൽ പോകത്തുമില്ല, അല്ലെങ്കിൽ തന്നെ പുറത്താണെങ്കിലും അങ്ങനെ ഒരു ഇത് ഉണ്ടാവത്തില്ല. പിന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേണു ചേച്ചിയുടെ തലവേദന അതന്നെ. എന്റെ ചേച്ചിക്ക് ഒരു തലവേദന വന്നൂടെ? അല്ല, എന്റെ ചേച്ചിക്ക് ഒരു തലവേദന ഒന്നും ആ വീട്ടിൽ പറ്റില്ല എന്നും വല്ല നിയമമുണ്ടോ? ഇല്ലല്ലോ. എന്റെ ചേച്ചിക്ക് ഒരു തലവേദന വന്നു, ഒന്ന് ഉറങ്ങണമെന്ന് തോന്നി, ഇതൊക്കെ ഒരു കുറ്റമാണോ? ഇതൊന്നും ഒരു കുറ്റമല്ല. എന്റെ അഭിലാഷ് മോനെ, നീ എന്തിനാ ഇത്രയും അധികം ദേഷ്യപ്പെടുന്നതാണ് എനിക്കറിയാൻ മേലാത്ത. കാരണം ഒരാൾക്ക് ഒരു തലവേദന വരുമ്പോൾ നമ്മൾ അതിനെ സഹായിക്കുക, അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കാൻ പറയുകയൊക്കെ ചെയ്യണ്ടേ. അഭിലാഷ് ഇതുപോലെ കിടന്ന് അലറണ്ട. അഭിലാഷിന്റെ ഒരു ദേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കിയുടെ അതേ ഒരു ക്യാരക്ടറും റോക്കിയുടെ അതേ ഒരു ദേഷ്യവും അങ്ങനെയുള്ളൊരു ഭയങ്കരമായിട്ട് ഓവറായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അഭിലാഷിന്റെ ഇന്നലത്തെ സ്വഭാവം കണ്ടപ്പോൾ മനസ്സിലായി. അഭിലാഷ് ഇച്ചിരി അധികം ഓവറായി പോയോ എന്നെനിക്ക് തോന്നുന്നു. കള്ളമല്ലേ എടി എന്നുള്ള രീതിയിലൊക്കെ ഒരു ടോക്കൊക്കെ വരുന്നുണ്ട്. അത് ഇച്ചിരി ഓവറാണെന്ന് എനിക്ക് തോന്നി. രേഷ്മ ചേച്ചി പിന്നെ പിടിച്ചു നിന്നു കേട്ടോ, പുള്ളിക്കാരി പിടിച്ചു നിന്നു എന്ന് തന്നെ പറയാം. കാരണം വിട്ടുകൊടുത്തിട്ടില്ല. സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന വരികയും സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന മാറിപ്പോണം എങ്ങനെയെന്ന് മാത്രമേ ഞങ്ങൾ ചോദിച്ചോളൂ. മെഡിക്കൽ എമർജൻസി. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ, നമ്മുടെ രേണു ചേച്ചി ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല കേട്ടോ. കട്ടയ്ക്ക് അലറി നിന്നു. അല്ല, എനിക്കൊരു സംശയമുണ്ടേ, ഈ ഇത്രയും തലവേദനയായിട്ട് പറ്റാത്ത ആൾക്ക് ഇത്രയും അലറാൻ സാധിക്കുമോ? എന്തേ ഇത്രയും നാക്ക് നീട്ടി അലറി വിളിക്കാനൊക്കെ സാധിക്കുമോ? ഇപ്പൊ എല്ലാവരുടെയും സംശയം അതാണ്. അപ്പൊ തലവേദനയൊക്കെ വെറും നാടകമാണ് എന്നൊരു ഇതുണ്ട്. കാരണം നിങ്ങൾക്ക് ആർക്കും പറ്റില്ല, എന്റെ ചേച്ചിക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ആർക്കും എന്റെ ചേച്ചിനെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ ഇറക്കി വിടടേ എന്റെ ചേച്ചിനെ. എന്റെ ചേച്ചി പുറത്താണെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാനുള്ള വഴിയൊക്കെ എന്റെ ചേച്ചി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേച്ചിനെ തളർത്താനൊന്നും നിങ്ങൾ നോക്കണ്ട. അത് കാരണം ചേച്ചി നല്ല കട്ടയ്ക്ക് നീന്തുന്നു. അഭിലാഷ് എന്ന് പറയുന്ന ആ പുള്ളി സീരിയൽ നടനൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ യൂട്യൂബർ ആയിരുന്നു. അതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയപ്പെടുന്നത്. അപ്പം യൂട്യൂബിലെ പുള്ളിക്കാരൻ്റെ നേരത്തെ ഒരു വീഡിയോ അത് ഡിലീറ്റ് ചെയ്തു എന്ന് തോന്നുന്നു. ആ വീഡിയോസിലൊക്കെ ഭയങ്കരമായിട്ട് ഭാര്യനെ പ്രാങ്ക് ചെയ്ത വീഡിയോയിൽ ഭാര്യയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പുള്ളിക്കാരൻ ദേഷ്യം ഇച്ചിരി കൂടിയ ഒരു വ്യക്തിയാണ്. ഒരുപാട് ഇങ്ങനെ അല്ലറി ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. നമ്മുടെ ആ റോക്കിയുടെ ആ സ്റ്റൈലൊക്കെ തന്നെയാണ് ഏകദേശം എന്ന് പറയാം. അപ്പം ഇനിയുള്ള ആൾക്കാരൊക്കെ സൂക്ഷിച്ച് നിൽക്കുക. പുള്ളിക്കാരൻ്റെ അടുത്ത് ഇടപെടാൻ ചെല്ലുമ്പോൾ എന്താണ് പെരുമാറ്റം എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ രേണുസുതി ലാസ്റ്റ് കരഞ്ഞ് മെഴുക്കി എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്കിലും ചേച്ചി കട്ടയ്ക്ക് നിന്നു എന്ന് തന്നെ പറയാം കേട്ടോ, വിട്ടുകൊടുത്തില്ല. അലറിയാണെങ്കിലും മുന്നിൽ നിന്നു. അത് കാരണം നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു ഇതൊക്കെ ഉണ്ടായി എന്നൊക്കെ തന്നെ പറയാം. അപ്പൊ നമ്മുടെ പരതു, പിന്നെ നമ്മുടെ ഏത് തൊഴിലുറപ്പാണെങ്കിലും കുടുംബശ്രീ ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ പരദൂഷണ കമ്മിറ്റികൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ പരദൂഷണ കമ്മിറ്റികളൊക്കെ വട്ടം കറങ്ങി ബിഗ് ബോസിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പരദൂഷണ കമ്മിറ്റിയുടെ ആ ഭാഗം കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ചിലരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ബഹളം വെച്ച് ഭയങ്കര സൈലന്റ് ആയ ഒരു സ്ഥലത്തേക്ക് അതുകൊണ്ട് ഇല്ല. അങ്ങനെയല്ലടാ, നമ്മൾ ആ ഒരു വീട്ടിൽ വരുമ്പോ നമ്മളെ ഒരു പുതിയ ഇപ്പൊ ഒരു കല്യാണം കഴിച്ചൊരു വീട്ടിലോട്ട് പോകും. അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. ബിഗ് ബോസ് ഹൗസ് അല്ലേ, നമ്മുടെ വീടാണ്, പരിചയപ്പെടണം. അതുകൊണ്ട് അത് മാത്രം 19 പേരല്ലേ വന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും പരിചയപ്പെട്ടല്ലോ. അപ്പോൾ ബിഗ് ബോസിലെ പരദൂഷണ കമ്മിറ്റികളെ കണ്ടല്ലോ. അപ്പൊ എവിടെ ചെന്നാലും പിന്നെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ പരദൂഷണമൊക്കെ. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ ഡയലോഗൊക്കെ നിങ്ങൾ കേട്ടോ. നമ്മളൊരു കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയല്ലേ നമ്മൾ നിൽക്കേണ്ടെന്ന്. അങ്ങനെ നിന്ന ഒരു ചേച്ചിയാണല്ലോ നമ്മുടെ രേണു ചേച്ചി. അതെല്ലാവർക്കും അറിയാലോ. നിന്ന കഥകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഇതാകാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചേച്ചിക്ക് ഇച്ചിരി ഉപദേശവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഏതായാലും ചേച്ചി പരദൂഷണ കമ്മിറ്റിയൊക്കെ മുന്നോട്ട് പോട്ടെ. ഇനി പുറമെ നമുക്ക് ഇങ്ങനെ കുറ്റം പറയുന്നവരെയും നുണ പറയുന്നവരെയും അവിടെ ഇവിടെയും പോയി നിന്ന് പറയുന്നവരെയും ഒക്കെ കാണാൻ സാധിക്കും ബി ഹൗസിൽ അല്ലെ. ഏതായാലും ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ട് നിന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും നമ്മുടെ രേണു ചേച്ചിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.